ഹായ്, ഞാൻ മിൽട്ടൺ ജോസഫ്. ടച്ച് കണക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ എറണാകുളത്ത് ടച്ച് ഇൻട്രാക്റ്റീവ് എന്ന ഒരു ആഡ് ഏജൻസി നടത്തണയാണ്. എൻ്റെ മോനാണ് അതിൻ്റെ ഫൗണ്ടർ, ഞാനതിലെ കോ ഫൗണ്ടറാണ്. ദൈവം സഹായിച്ച് നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അയൽവാസിയും സുഹൃത്തുമായ ജത്തിൻ പട്ടേലിന് വേണ്ടിയിട്ടാണ്. ഈ ജത്തിൻ പട്ടേൽ ഗുജറാത്തിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കണതാണ്. എൻ്റെ വീടിൻ്റെ ബാക്കിലാണ് ഇയാൾ താമസിക്കുന്നത്. ഇയാൾ 6 മാസമായിട്ട് ഇവിടെ ഉണ്ട്. ഇയാളുടെ ബിസിനസ് സ്പെയർ പാർട്സ് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കേരളത്തിൽ സപ്ലൈ ചെയ്യുന്നതാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ജത്തിൻ പട്ടേലിൻ്റെ ഫാമിലിക്ക് ഗുജറാത്തിയും ഹിന്ദിയും മാത്രമേ അറിയാൻ പാടുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതറിയാൻ പാടാത്തതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫാമിലിയായിട്ടും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവർ. അതുകൂടാതെ ഇവർ ഒത്തിരി ഈ ഗുജറാത്തി ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. പക്ഷേ ഞങ്ങളുടെ ഈ നോൺ വെജ് ഇവർ കഴിക്കാത്തത് കൊണ്ടിട്ട് നമ്മൾക്ക് ഒന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. എങ്കിലും ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത് അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതുകൂടാതെ മറുനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നമ്മളാൽ കഴിയാവുന്ന ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട്. എൻ്റെ കാറ് ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട്, ബൈക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഫ് കൂടെ പോകും. അങ്ങനെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇയാൾ സ്പെയർ പാർട്സിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം അത് നല്ല വരുമാനമുണ്ട്. ഇയാൾക്ക് 2 പേര് ഹെൽപ്പ് ചെയ്യാനുണ്ട്. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഇയാൾക്ക് വീട്ടിലും ഇത്തിരി സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഇയാൾ അവിടെ കപ്പലിൻ്റെ തോട്ടം, മുന്തിരിത്തോട്ടം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് ഈ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് പോലും വെറുതെ കുറച്ച് സമയമുള്ളതുകൊണ്ടിട്ട് ഇയാളത് വെറുതെ ഇരിക്കണില്ല. അതുകൂടാതെ ഇയാൾ ഇങ്ങനത്തെ സൈഡ് ബിസിനസ്സൊക്കെ ചെയ്തപ്പോഴാണ് നമുക്ക് ഇയാളോട് ശ്രദ്ധിക്കാനും ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊരു കൗതുകം കാണാനും അതുകൊണ്ടിട്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം വന്നത്. ഈ ഇടയ്ക്ക് ഇയാൾ ഗുജറാത്തിൽ നിന്ന് കുറേ സ്നാക്സ് കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽക്കണ ഒരു പരിപാടി തുടങ്ങി. ഏതാണ്ട് 65 ഐറ്റോളം പ്രൊഡക്റ്റ്സ് ഉണ്ട് ഇയാളുടെ കയ്യിൽ. ഈ സമൂസച്ചാട്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. വളരെ നല്ലതാണ്. അത് നേവൽ ബേസിൽ, പോത്തീസിൽ, കുറേ ബേക്കറിയിൽ, പിന്നെ ഫ്ലാറ്റിൽ അങ്ങനെയൊക്കെ ഇയാൾ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ GSTക്ക് വേണ്ടി പുള്ളി വെയിറ്റ് ചെയ്യുന്നതാണ്. അതുകൂടാതെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഉത്സവം പെരുന്നാളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഇയാൾ വേറൊരു സംഭവത്തിലേക്ക് കാലുവെച്ച്. അതായത് ലസ്സി, പിന്നെ ഈ സമൂസച്ചാട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ ഈ ഉത്സവത്തിൻ്റെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ട് ചെറിയ തട്ടകട പോലെ അങ്ങനെ പുള്ളി ചെയ്തായിരുന്നു. പക്ഷേ അത് ആദ്യത്തെ 1-2 ദിവസം മാത്രം വലിയ കച്ചവടമില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഉത്സവം ലാസ്റ്റ് സമയത്തൊക്കെ ഇയാൾക്കൊരു 5000-7000 രൂപയുടെ കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 5000 രൂപയുടെ ഒരു ബിസിനസ് നടത്തണമെങ്കിൽ ഇയാൾക്ക് പ്രോഫിറ്റായിട്ട് 3500 രൂപ കിട്ടും. അപ്പോൾ ഇയാൾ എന്നോട് എല്ലാം പറയും. കാരണം നമുക്കിപ്പോൾ തൈര് മേടിക്കുമ്പോൾ ഇത്ര വരും, പഞ്ചസാര മേടിക്കുമ്പോൾ ഇത്ര വരും. അപ്പോൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നോട് പറയും. അപ്പോൾ ഞാൻ എന്നാൽ കഴിയാവുന്ന സപ്പോർട്ടൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നെ അയ്യപ്പൻകാവിൽ നിന്ന് ഇയാൾ അപ്പോൾ തൊട്ടടുത്തൊരു കോൺ വെക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഹിന്ദി ആയതുകൊണ്ട് ഇയാളെ പിന്നെ ഉത്സവങ്ങളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ തിരുവാണിയൂർക്ക് ഇയാളെ ക്ഷണിച്ച്. തിരുവാണിയൂർ വലിയ ആലുവയുടെ അപ്പുറമാണെന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. അവിടെ പോയിട്ട് 8 ദിവസത്തെ ഉത്സവമായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നത് അമ്പലത്തിൻ്റെ അകത്തായതുകൊണ്ട് 500 രൂപ വെച്ചിട്ട് ഡെയിലി റെൻറ്റ് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുമായിരുന്നു, വെള്ളമൊക്കെ കൊടുക്കുമായിരുന്നു. എന്നിട്ട് പുള്ളിക്ക് ഒരു 7500 രൂപ 8000 രൂപ പെർ ഡേ വെച്ച് കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ സെൻറ്റ് ജെയിംസ് പള്ളിയിൽ ചേരാനല്ലൂർ, അവിടെ ഒരു 5 ദിവസത്തെ പെരുന്നാളുണ്ടായിരുന്നു. അവിടെയും പുള്ളി പോയിട്ട്, അപ്പം ഞാൻ ഇടയ്ക്ക് അവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അതിനുശേഷം ഈ ഇടയ്ക്ക് എറണാകുളം ശിവക്ഷേത്രം അവിടെ പോയിട്ട് അവിടെ നല്ലൊരു ലൊക്കേഷൻ കിട്ടിയായിരുന്നു, മറ്റേ ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ. അവിടെ ഒരു വലിയ കടയാണ് പുള്ളി ചെയ്തത്. അവിടെ 5000 രൂപയാണ് പുള്ളിനോട് ഡെപ്പോസിറ്റ് മേടിച്ചത്. അവിടെ ഭയങ്കര കച്ചവടം വരുന്നത്. അവിടെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോയിട്ട് അവസാനം എനിക്കും അവിടെ നിന്ന് കുപ്പിവെള്ളവും സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നു. എനിക്ക് ആവശ്യത്തിനുള്ള ക്ലിപ്സ് കിട്ടിയായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ശ്രദ്ധിച്ചത്, അവിടെ കുറേ ആൾക്കാർ ഈ തിരുവാണിയൂർ ടെമ്പിളിലൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ ഇയാളെ കണ്ടിട്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിച്ചാണ്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, തിരുവാണിയൂർ ഞങ്ങൾ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇയാളുടെ പ്രൊഡക്ട്സ് നല്ലതാണ്. അപ്പോൾ ഇത് ഇനി എങ്ങനെ കിട്ടും? കാരണം ഇയാൾക്ക് ഹിന്ദി അറിയാവുന്ന കൊണ്ടിട്ട് ഇവർ എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി അറേഞ്ച് ചെയ്ത് തരും.
എന്തെങ്കിലും ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുള്ള ഒരു 10-25 പേരുടെ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പാനിപൂരിയോ ബേൽപൂരിയോ പാവ് ഭാജി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പുള്ളി അത് എത്തിച്ചു തരും. അത് ഇയാളുടെ നമുക്ക് വിശ്വസിച്ച് മേടിക്കാം. ഈ സാധാരണ ഇവിടെ കിടന്ന് വിൽക്കണ ആ തരിപ്പിൽ വെള്ളമൊന്നുമല്ല പുള്ളി ഉപയോഗിക്കുന്നത്. പുള്ളി ഭയങ്കര അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഹൈജീനിക്കായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ആ ഒരു വിശ്വാസം കഴിച്ച ആൾക്കാർക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം വീണ്ടും വന്ന് മേടിക്കണത്. ഇത് 100% ഗ്യാരണ്ടിയാണ്. കാരണം ഇയാളുടെ ഫുഡ് ഞങ്ങൾ ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ ഈ ശിവ ടെമ്പിളിൽ ഒരു 25-28 രൂപ അടുത്ത് അയാൾക്ക് ലാസ്റ്റ് ദിവസം കിട്ടിയെന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പം പുള്ളി ചെറായി അവിടെ ഉത്സവമുണ്ട്, അങ്ങോട്ട് പോയേക്കണേണ്. അപ്പം ഞാനിത് പറയണത് നമുക്ക് ഈ മലയാളികൾ കുറേ പേര് ഇത് കാനഡയിലോ അമേരിക്കയിലൊക്കെ പോകണം എന്നും പറഞ്ഞിട്ട് നടക്കുന്നതാണ്. അത് നമ്മൾക്ക് വീട് പണയം വെച്ചും ഉള്ള ലോണൊക്കെ എടുത്തിട്ട് എത്രയോ ലക്ഷങ്ങൾ മുടക്കിയാൽ പോകണം. ചിലവർക്ക് ഈ പൈസ മുടക്കിയിട്ട് കിട്ടാണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ മോന് പോകാൻ വേണ്ടി 5 ലക്ഷം കൊടുത്തിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ആ പൈസ തിരിച്ച് കിട്ടുമെന്നൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഇത് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര സംഭവമാണ്, എന്തോ ഒക്കെ ശരിയാക്കാന്നുള്ളത്. എൻ്റെ മോനും കാനഡയിലാണ് പഠിക്കാൻ പോയത്. അവൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് കഴിഞ്ഞ് ജേർണലിസം കഴിഞ്ഞ് അവൻ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ഒരു അഡ്വർടൈസിങ് ഏജൻസി സ്റ്റാർട്ട് ചെയ്തു. ഇത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ത്യയിൽ ഇത് പറ്റും, അല്ലെങ്കിൽ കേരളത്തിൽ ഇത് പറ്റും. ഇത് അമേരിക്കയിലോ അല്ലെങ്കിൽ കാനഡയിലോ പോയാലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അത് ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ സാധനം ഞാൻ പറയണത് ഇയാൾക്കൊരു ദിവസം മിനിമം ഒരു 4000-5000 രൂപ പ്രോഫിറ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഈ മലയാളി പിള്ളേർ എന്തോരം പേര് ഇപ്പോൾ വെറുതെ തൊഴിലില്ലാതെ നടക്കുന്നത്. അവർ ഒന്നും ചെയ്യണില്ല. ഞാൻ കൂട്ടുകെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കുടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണേ. അത് കുടിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അത് ആയിക്കോട്ടെ. പക്ഷേ എന്നാലും നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് തന്നെ ചെയ്യണമെന്നല്ല, ഇതുപോലെ പല സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളും മടിപിടിക്കാതെ ഇരുന്ന് ഇതിലേക്കൊന്ന് ചെയ്യൂ. അപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്കൊരു പ്രചോദനം കിട്ടിയതുകൊണ്ട് ഞാൻ ഇതൊരു ചെറിയ വീഡിയോ ഇട്ടിരുന്നതാണ്. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരും. അത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ എനിക്ക് കുറച്ച് യാത്രകൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.